ഉണ്ടാക്കാൻ പോകുന്നത് ക്രീമി വൈറ്റ് സോസ് പാസ്തയാണ്. അപ്പോൾ അത് ഉണ്ടാക്കാനായിട്ട് എന്തൊക്കെയാണ് ഇൻഗ്രീഡിയൻസ് ആവശ്യമെന്ന് നോക്കാം. പാസ്ത, മൈദ, വെജിറ്റബിൾസ് ആയിട്ട് ക്യാരറ്റ്, ക്യാപ്സിക്കം, പെപ്പർ പൗഡർ, ചില്ലി ഫ്ലേക്സ്, ഗാർലിക്, ബട്ടർ, സോൾട്ട്, ഓയിൽ, മിൽക്ക്. ഇത്രയും സാധനങ്ങളാണ് നമുക്ക് ക്രീമി വൈറ്റ് സോസ് പാസ്ത ഉണ്ടാക്കാനായിട്ട് ആവശ്യം. ആദ്യം തന്നെ ഞാനിപ്പോൾ എടുത്തിരിക്കുന്നത് 1.5 കപ്പ് പാസ്ത എടുത്തിട്ടുണ്ട്. അപ്പോൾ അത് ഞാൻ ആദ്യം തന്നെ വെള്ളം തിളച്ചതിന് ശേഷം അതിലിട്ട് ഒന്ന് വേവിച്ചെടുക്കും. ഫുള്ളി കുക്ക്ഡ് ആവില്ല, ഏകദേശം ഒരു 90% കുക്കായതിന് ശേഷം നമ്മളത് സ്ട്രെയിൻ ചെയ്തെടുക്കണം. ഓക്കെ, അപ്പോൾ ആദ്യം തന്നെ നമുക്ക് വെള്ളം ഒന്ന് ചൂടാൻ വെക്കാം. ഈ വെള്ളം ചൂടാവുന്ന സമയത്ത് ഇതിൽ 1 ടേബിൾ സ്പൂൺ ഓയിൽ ഒഴിച്ചു കൊടുക്കുന്നുണ്ട്. എന്തിനാന്ന് വെച്ചാൽ ഇത് ഒട്ടിപ്പിടിക്കാതിരിക്കാൻ വേണ്ടിയിട്ടാണ്. പിന്നെ ആവശ്യത്തിനുള്ള സോൾട്ടും നമ്മൾ ഈ വെള്ളത്തിൽ ആഡ് ചെയ്യുന്നുണ്ട്. പാസ്തയ്ക്ക് ആവശ്യമുള്ള സോൾട്ട്. അപ്പം നമ്മൾ ഇത് കഴിഞ്ഞ് വൈറ്റ് സോസ് ഉണ്ടാക്കുന്ന സമയത്ത് അതിലും സോൾട്ട് ആഡ് ചെയ്യണം. ഇതിപ്പം പാസ്തയിലേക്ക് പിടിക്കാനുള്ള സോൾട്ടാണ് ഞാൻ ഇതിലിട്ടിരിക്കുന്നത്. ഇതൊന്ന് തിളച്ച് വരുമ്പോൾ നമുക്ക് ആ പാസ്ത അതിലേക്ക് ഇട്ട് കൊടുക്കാം. അപ്പോഴത്തേക്ക് നമുക്ക് ഈ വൈറ്റ് സോസിനുള്ളത് റെഡിയാക്കണം. അതിന് മുന്നേ പാസ്തേൻ്റെ വെജിറ്റബിൾസ് ഒന്ന് കുക്ക് ചെയ്യാനുണ്ട്. അതിനായിട്ട് ഒരു പാൻ വെച്ചിട്ടുണ്ട്. ഈ പാനൊന്ന് ചൂടായിക്കോട്ടെ. അപ്പം നമുക്ക് ഈ പാനിൽ ബട്ടർ ഒഴിച്ചിട്ടാണ് ഇത് റോസ്റ്റ് ചെയ്തെടുക്കേണ്ടത്. ഗാർലിക്ക് നല്ല ചെറുതായിട്ട് ചോപ്പ് ചെയ്തിട്ടുണ്ട്. അപ്പോൾ ഈ ഗാർലിക്ക് റോസ്റ്റ് ചെയ്തതിന് ശേഷം അതിൽ മറ്റുള്ള വെജിറ്റബിൾസ് കൂടി റോസ്റ്റ് ചെയ്യേണ്ടതാണ്. അപ്പോൾ അതിനനുസരിച്ചുള്ള ബട്ടർ നമുക്ക് ഇതിൽ ആഡ് ചെയ്യാം. സോൾട്ടഡ് ബട്ടർ ആണെങ്കിൽ പിന്നെ സോൾട്ട് ഇടുന്ന സമയത്ത് ഒന്ന് ശ്രദ്ധിക്കുക. മെൽറ്റായതിനു ശേഷം ഗാർലിക് ഇട്ട് റോസ്റ്റ് ചെയ്യാം. ഓക്കെ, മെൽറ്റായിട്ടുണ്ട്. അപ്പം ഗാർലിക് ഇടാം. ഫസ്റ്റ് തന്നെ ഗാർലിക്കാണ്. ഒരു ചെറിയ ഫ്ലെയിം ആക്കിയിട്ട് റോസ്റ്റ് ചെയ്തെടുക്കാം. ഗാർലിക് ഏകദേശം ഒന്ന് റോസ്റ്റായി വന്നു കഴിഞ്ഞാൽ നമുക്കിതിലേക്ക് ക്യാപ്സിക്കം, ഒരു ചെറിയ ക്യാപ്സിക്കം ഇതേപോലെ ക്യൂബായിട്ട് കട്ട് ചെയ്തിട്ടുണ്ട്. അതുപോലെ ഒരു ക്യാരറ്റ് ചെറിയ പീസായിട്ട് കട്ട് ചെയ്തതാണ്. അപ്പോൾ ഇത് രണ്ടും കൂടി ഇതിലേക്കിട്ട് വറുത്തെടുക്കണം. ഇതിനാവശ്യമുള്ള ഉപ്പ് നമുക്കിപ്പോൾ ആഡ് ചെയ്ത് കൊടുക്കാം. ഇതിൽ വേണമെങ്കിൽ കോണ്, നിങ്ങൾക്ക് ഏത് വെജിറ്റബിൾ വേണമെങ്കിലും ആഡ് ചെയ്യാം. ബ്രൊക്കോളി എല്ലാം തന്നെ നിങ്ങൾക്ക് ഇഷ്ടത്തിനനുസരിച്ചിട്ട് ആഡ് ചെയ്ത് സെർവ് ചെയ്യണം. ഫുള്ളി കുക്ക്ഡ് ആവണ്ട, ജസ്റ്റ് ഒന്ന് റോസ്റ്റ് ചെയ്തിട്ട് എടുക്കാം. ഇതിപ്പോൾ തിളച്ച് വന്നിട്ടുണ്ട്. അപ്പോൾ ഇതിലേക്ക് ഞാൻ പാസ്ത ഇട്ട് കൊടുക്കാണ്. പാസ്ത ഇട്ടതിന് ശേഷം ഒന്ന് ഇങ്ങനെ ഇളക്കി കൊടുക്കാം, അടി പറ്റി പിടിക്കാതിരിക്കാൻ. ഇതിൽ ഇത്തിരി പെപ്പർ പൗഡർ ആഡ് ചെയ്യാം. ഒരു 1/2 ടീസ്പൂൺ. ഒരു 5 to 8 മിനിറ്റ്സ് എടുക്കും ഈ പാസ്ത ഒന്ന് വെന്ത് കിട്ടാൻ. മീൻസ് ഫുള്ളി കുക്ക്ഡ് അല്ല, 90% കുക്കായി കിട്ടണമെങ്കിൽ 5 to 8 മിനിറ്റ്സ് ആവും. നമ്മൾ അതൊന്ന് ചെക്ക് ചെയ്തതിന് ശേഷം നമുക്കിത് അരിച്ചെടുക്കണം. ഒരു മീഡിയം ഫ്ലെയിമിൽ ഇതിങ്ങനെ കുക്കായിക്കോട്ടെ. അപ്പോഴത്തേക്ക് പാസ്ത കുക്കായി കിട്ടും. ഇത് ഏകദേശം നമ്മുടെ വെജിറ്റബിൾസ് കുക്കായിട്ടുണ്ട്. ഇത് നമുക്ക് ഓഫ് ചെയ്യാം. ഓഫ് ചെയ്ത് മാറ്റി വെക്കാം. പാസ്ത ഏകദേശം കുക്കായിട്ടുണ്ട്. ജസ്റ്റ് ഒന്ന് നമുക്ക് ചെക്ക് ചെയ്ത് നോക്കാം. ഒരു പാസ്ത എടുത്തിട്ട് കട്ടാവുന്നുണ്ട്. മുറിഞ്ഞ് കിട്ടുകയാണെങ്കിൽ കുക്കായി എന്നാണ് അതിൻ്റെ അർത്ഥം. കുറച്ചും കൂടി ഉണ്ട്. ഒരു 1 മിനിറ്റും കൂടി ഒന്ന് കുക്കായിക്കോട്ടെ. കട്ട് ചെയ്ത് നോക്കാം ആയിട്ടുണ്ടോ എന്നുള്ളത്. ഓക്കെ, ഇത് കട്ടായിട്ടുണ്ട്. അപ്പോൾ ഇത് കുക്കായിട്ടുണ്ട്. ഇത് നമുക്കിനി അരിച്ചെടുക്കണം. ഒരു അരിപ്പയിൽ അരിച്ചിട്ട് മാറ്റിയെടുക്കാം, വെള്ളം മാറ്റിയെടുക്കാം.
പാസ്ത ഞാനിതിപ്പോൾ അരിച്ചെടുത്തതാണ്. അപ്പോൾ അരിച്ചെടുത്തിട്ട് അതിലേക്ക് കോൾഡ് വാട്ടർ ഒഴിച്ചിട്ടുണ്ടായിരുന്നു. ഇനി നമ്മൾ വൈറ്റ് സോസ് ഉണ്ടാക്കാൻ നോക്കാം. ഇതിനായിട്ടൊരു പാൻ എടുക്കാം. നമ്മൾ കുക്ക് ചെയ്ത് വെച്ച വെജിറ്റബിൾസ് അങ്ങോട്ട് മാറ്റി വെക്കാം. പാൻ ചൂടായതിനു ശേഷം ബട്ടർ യൂസ് ചെയ്തിട്ട് തന്നെ നമുക്ക് മൈദയാണ് റോസ്റ്റ് ചെയ്തെടുക്കേണ്ടത്. ഫസ്റ്റ് 2 ടേബിൾ സ്പൂൺ മൈദയാണ്, അപ്പോൾ 2 ടേബിൾ സ്പൂൺ ബട്ടറാണ് ഇതിന് വേണ്ടത്. നമ്മളിപ്പം എത്രയാണോ സോസ് ഉണ്ടാക്കുന്നത് അതിനനുസരിച്ചിട്ടുള്ള ഇൻഗ്രീഡിയൻസ് യൂസ് ചെയ്യാം. മീൻസ് ബട്ടർ കുറച്ചും കൂടി കൂടുതൽ ലൂസായിട്ടുള്ള ക്രീമി ആയിട്ടുള്ള സോസാണ് വേണ്ടതെങ്കിൽ കുറച്ചും കൂടി ബട്ടർ ആഡ് ചെയ്യാം. ചൂടായിട്ടുണ്ട്. ഇതിലിനി 2 ടേബിൾ സ്പൂൺ മൈദ, ചെറിയ ലോ ഫ്ലെയിം ആക്കിയിട്ട് മൈദ നന്നായിട്ടൊന്ന് റോസ്റ്റ് ചെയ്തെടുക്കാം. ഒരു 2-3 മിനിറ്റ്സ് ഇതേപോലെ ചെറിയ ഫ്ലെയിമിൽ നന്നായിട്ട് റോസ്റ്റ് ചെയ്തെടുക്കണം. അപ്പോൾ മൈദൻ്റെ ഒരു ചുവ ഉണ്ടാവും. നന്നായിട്ട് അതേപോലെ റോസ്റ്റ് ചെയ്ത് കഴിഞ്ഞാൽ അടി പിടിക്കില്ല. വെക്കാതെ ഇങ്ങനെ ഇറക്കി കൊടുക്കണം. ഇതിൽ ഇനി നമുക്ക് പാല് ആഡ് ചെയ്യാം. 1.5 കപ്പ് പാല് ആഡ് ചെയ്യുന്നുണ്ട്. പാൽ ആഡ് ചെയ്ത് നന്നായിട്ട് മിക്സ് ചെയ്യണം. ഇത് കട്ട പിടിച്ച് പോകരുത്. ഇതൊരു ക്രീമി ടെക്സ്ചർ ആകുമ്പോൾ നമുക്ക് ഇതിൽ മറ്റുള്ള സാധനങ്ങൾ ആഡ് ചെയ്യാം. ഒരു ക്രീമി ടെക്സ്ചറായി വരുന്നുണ്ട്. ഒരു 2 മിനിറ്റ്സ് ഇതേപോലെ നന്നായിട്ടൊന്ന് കുക്കായിക്കോട്ടെ. മൈദയും പാലും കൂടി നന്നായിട്ടൊന്ന് മിക്സായി വന്നു കഴിഞ്ഞാൽ ഇതിൽ ആഡ് ചെയ്യേണ്ടത് സോൾട്ടാണ്. ഇതിനാവശ്യത്തിനനുസരിച്ചിട്ടുള്ള സോൾട്ട് ഇട്ട് കൊടുക്കാം. നന്നായി മിക്സ് ചെയ്യാം. ഇനി ഇതിലിടേണ്ടത് പെപ്പർ പൗഡർ. അവരവരെ എരിവിനനുസരിച്ചിട്ട് പെപ്പറും പിന്നെ റെഡ് ചില്ലി ഫ്ലേക്സ് ഉണ്ട്, അത് ആഡ് ചെയ്യാം. ഓക്കെ, ഇപ്പോൾ ഇതിപ്പോൾ നല്ലൊരു തിക്ക് ക്രീമി ടെക്സ്ചർ ആയിട്ടുണ്ട്. ഇതിലേക്ക് നമ്മൾ ആദ്യം കുക്ക് ചെയ്ത് വെച്ചിരിക്കുന്ന വെജിറ്റബിൾസ് ആഡ് ചെയ്യാം. നന്നായിട്ട് മിക്സ് ചെയ്തിട്ട് ചീസ് ആഡ് ചെയ്ത് നല്ലൊരു ടേസ്റ്റ് ആയിട്ട് ഇതെല്ലാം ആവശ്യത്തിനനുസരിച്ചിട്ട് ആഡ് ചെയ്യാം. ഇനി ഇതിൽ നമ്മൾ കുക്ക് ചെയ്ത് വെച്ചിരിക്കുന്ന പാസ്ത ഇട്ട് കൊടുക്കാം. നന്നായി മിക്സ് ചെയ്യാം. ഞാനിട്ടിരിക്കുന്നത് പിസ്സ ചീസാണ്, അതുകൊണ്ടാണ് ഇങ്ങനെ വെളിഞ്ഞ് നിൽക്കും. കുട്ടികൾക്കൊക്കെ നല്ല ഇഷ്ടപ്പെടും. ജസ്റ്റ് ഒരു 2 മിനിറ്റ്സ് ഇതിൽ എല്ലാം ഒന്ന് ഈ പാസ്തയിൽ നമ്മളെ മിക്സ്ചർ ഒന്ന് അബ്സോർബ് ആവുന്നത് വരെ ഇതിൽ വെച്ചൊന്ന് മിക്സ് ചെയ്യാം. ഇതിലേക്ക് റെഡ് ചില്ലി ഫ്ലേക്സ് ഒന്ന് സ്പ്രിങ്കിൾ ചെയ്ത് കൊടുക്കും. എരിവിനനുസരിച്ച് ഇട്ട് കൊടുത്താൽ മതി. നമ്മൾ ഈ ക്രീമി സോസ് പാസ്തയിൽ നല്ലോണം അബ്സോർബ് ചെയ്യാൻ വേണ്ടിയിട്ട് നമുക്കിതൊന്ന് മൂടി വെക്കാം. ഒരു 2 മിനിറ്റ്സ് ലോ ഫ്ലെയിമിൽ മൂടി വെക്കാം. 2 മിനിറ്റായി. നമുക്കിതൊന്ന് ഓപ്പൺ ചെയ്ത് നോക്കാം. നന്നായിട്ട് അബ്സോർബ് ആയിട്ടുണ്ട്, കുക്കായിട്ടുണ്ട്. നമുക്കിതിനെ ഹോട്ടായിട്ട് തന്നെ സെർവ് ചെയ്യാം. കുട്ടികൾക്കും വലിയ ആൾക്കൊക്കെ നന്നായിട്ട് ഇഷ്ടപ്പെടുന്ന ഒരു ഡിഷാണ്. അപ്പോൾ നമ്മുടെ കഫേ സ്റ്റൈൽ വൈറ്റ് സോസ് പാസ്ത റെഡി ആയിട്ടുണ്ട്. നല്ല ക്രീമി ടെക്സ്ചറാണ്.
എല്ലാവരും ട്രൈ ചെയ്ത് നോക്കാം. So we can meet in our next episode. Thank you.